ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കണ്ടില്ലേ, ഇന്നത്തെ വിഷയം സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഈ ഒരു ചാനലിൽ ഇനി മുതൽ എല്ലാ ദിവസവും സ്ക്രിപ്റ്റായിട്ടുള്ള സംഭവം ഞാൻ ഈ ഒരു ചാനലിൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുന്നേ ചാനൽ നെയിം ചിരി തങ്ങൽ ചിരി എന്ന പേരിൽ 4-5 ചാനൽ എനിക്കുണ്ട്. അപ്പോൾ എനിക്കിത് മാത്രമല്ല, എനിക്ക് ഒരു 32 യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ചിരി തങ്ങൽ ചിരി എന്ന ഒരു ചാനൽ 4-5 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൽ സ്ക്രിപ്റ്റ് ആയിട്ടുള്ള സംഭവമുള്ള ചാനൽ എനിക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ ഒരു ചാനൽ വേറെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞ ശേഷം എനിക്ക് അഭിനയിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം വിഷയം വേണ്ടേ, പിന്നെ സ്ക്രിപ്റ്റ് വേണ്ടേ, ഇതൊന്നും ഇല്ലാണ്ട് അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി പിന്നെ അഭിനയിച്ച് അത് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡയറക്റ്റ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക്, അതല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക്, യൂട്യൂബിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, അതിലേക്ക് നിങ്ങളെ ഡയറക്റ്റായിട്ട് കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ നന്നായിട്ട് വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പരമാവധി എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് നല്ല രീതിയിൽ എത്തിക്കുക, മോശം രീതിയിലല്ല, നല്ല രീതിയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കുറച്ച് നേരത്തെ വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് മിസ്റ്റേക്ക് വന്നു. നമുക്ക് അത് വീണ്ടും റിപ്പീറ്റ് ആക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കുക, അത് ബൂസ്റ്റായിട്ട് നല്ല രീതിയിൽ. അപ്പം നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ഇന്നത്തെ സ്ക്രിപ്റ്റ്, പിന്നെ ഇത് കഴിഞ്ഞാൽ നാളെ അടുത്ത സ്ക്രിപ്റ്റ്, അത് ഞാൻ എഴുതിയിട്ടില്ല. ഈ ചാനലിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടേ ഇല്ല. എഴുതി കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലെ ഓരോ ദിവസം വെവ്വേറെ സ്ക്രിപ്റ്റ് ഞാൻ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി മുതലേ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഞാൻ ബാക്കിയാണ്. സ്ക്രിപ്റ്റ് റൈറ്റർ സിജോയ് ജോയ്, ഡയറക്ടർ സിജോയ് ജോയ്. അത് ഞാൻ തന്നെയാണ്, എൻ്റെ സ്വന്തം കൃതി. സബ്ജക്റ്റ് എന്ന് പറയുന്ന വിഷയം, സേതുവിന് ഒരു കാര്യം പറയാനുണ്ട്. സേതുവിന് ഒരു കാര്യം പറയാനുണ്ട്. വായിക്കാൻ പോവാണ്. സീൻ 1. സേതുവിൻ്റെ അനുജൻ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് സേതു വന്ന് കസേരയിൽ ഇരിക്കുന്നു. ശേഷം സേതുവിൻ്റെ അനുജനായ മാധവനും സേതുവും ആയുള്ള സംഭാഷണങ്ങൾ. മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുന്ന മാധവനെ കണ്ട് സേതു മാധവ മാധവ. സേതുവിൻ്റെ വിളി കേട്ട് മാധവൻ എന്താ സേതുട്ടാ, എന്താ കാര്യം? സേതു, നീ അറിഞ്ഞോ, നമ്മുടെ സീതളം മാമന്റെ വീട്ടിൽ ഒരു സംഭവം ഉണ്ടായി, അറിഞ്ഞോ നീ? മാധവൻ, എന്തു സംഭവം? അവിടെ എന്താ ഉണ്ടായേ?
സീൻ 1-ലെ 1. മലയാളത്തിൽ പറഞ്ഞ സീൻ 1-ലെ 1. മാധവന്റെ ചോദ്യം. സേതുചേട്ടന്റെ കസേര എടുത്ത് മാധവന്റെ അടുത്തിട്ട് പറഞ്ഞു. സേതു, നമ്മുടെ മാമന്റെ വീട്ടിലെ വലിയൊരു പാമ്പ്, 4.5 അടി നീളമുള്ള ഒരു പാമ്പ് എന്ന് പറഞ്ഞപ്പോ മാധവൻ സേതുവിനോട്. മാധവൻ: പാമ്പോ? എന്ത് പാമ്പ്? അത് അമ്മാവന്റെ വീട്ടിലോ? സേതു: അതെ, പാമ്പ് തന്നെ, അമ്മാവന്റെ വീട്ടില് തന്നെ. മാധവൻ: പാമ്പ് തന്നെയാണെന്ന് ഉറപ്പുണ്ടോ സേതുട്ടാ? സേതു: അതെ, പാമ്പ് തന്നെ. സീൻ 1-ലെ 2. സീൻ 1-ലെ 2. സേതുചേട്ടൻ മാമന്റെ വീട്ടിൽ പോയപ്പോഴാണ് അവിടെ വെച്ച് പാമ്പിനെ കണ്ടത് എന്ന് മാധവൻ സേതുചേട്ടനോട് ചോദിക്കുന്ന രംഗം. മാധവൻ: സേതുചേട്ടൻ എപ്പോഴാണ് മാമന്റെ വീട്ടിലേക്ക് പോയത്? എന്തിനായിരുന്നു? സേതു: അതെ, മാമൻ എന്നെ കാലത്ത് എന്റെ മൊബൈൽ ഫോണിൽ വിളിച്ചിരുന്നു. പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. മാധവൻ: ഞാൻ അറിഞ്ഞില്ലല്ലോ, പിന്നെ ചെന്നിട്ട്? സേതു: ഞാൻ അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ച മാമന്റെ മുറിയിൽ ഒരു 4.5 അടി നീളമുള്ള ഒരു പാമ്പ്. ഞാൻ പേടിച്ചു പോയി. മാധവൻ: അതെ, പാമ്പാവില്ല, വല്ല പ്രാണിയാ, പാറ്റകളാ, ചെറിയ ചെറിയ പ്രാണികള് ആയിരിക്കും. പക്ഷേ ചേട്ടൻ വ്യക്തമായി കണ്ടു അത് എന്താണെന്ന്? സേതു: കണ്ടു, അത് വലിയ പാമ്പ് തന്നെ. മാധവൻ: ചേട്ടൻ ഒന്ന് ഓർത്തു പറഞ്ഞേ. സേതു: ശരി, പറയാം. നല്ല നീളമുള്ള പാമ്പ്. തലഭാഗമാണെങ്കിലേ ഞണ്ടിന്റെ തല പോലെ ഇരിക്കും. വയറും വാലും ആണെങ്കിലോ ഒന്നും പറയണ്ട, വെള്ളത്തിലോടുന്ന മീനിനെ പോലിരിക്കും. ഇതൊക്കെ കേട്ട് മാധവൻ സേതുവിന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നു. ശേഷം മാധവൻ സേതുവിനോട് പറയുന്ന രംഗം. സേതു: എന്താ നീ ചിരിക്കുന്നത്? മാധവൻ: എന്താ ചിരിക്കുന്നെന്നോ, ചിരിക്കാനല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യും? ചേട്ടാ, അതെ, ചേട്ടൻ പറഞ്ഞത് വെച്ചിട്ട് നോക്കുമ്പോൾ ചേട്ടനും അമ്മാവനും കണ്ടത് പാമ്പിനല്ല, അത് തേളിനെയാണ് കണ്ടത്. സേതു: എന്റെ അമ്മേ, അത് തേളായിരുന്നു, വെറുതെ അല്ല. ഞാൻ അതിനെ കണ്ടപ്പോ മീനിന്റെ വയറും മീനിന്റെ വാലും പോലെ കണ്ടപ്പോ എനിക്ക് തോന്നി അത് തേളായിരുന്നല്ലേ. ഇതോടെ സ്ക്രിപ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത സ്ക്രിപ്റ്റ് അടുത്ത ദിവസം. എഴുതി കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ അതും ഇതുപോലെ ചെയ്യുന്നതായിരിക്കും.
ഇതുപോലെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ സ്ക്രിപ്റ്റിൻ്റെ ആക്ടേഴ്സ് നെയിം: സ്റ്റാർ നെയിം സേതു, മാധവൻ, അമ്മാവൻ. 3 ആക്ടേഴ്സ് മാത്രം ഉള്ളൂ ഈ ഒരു കഥയിൽ. പിന്നെ സബ്ജക്റ്റ്: സേതുവിന് ഒരു കാര്യം പറയാനുണ്ട്. എങ്ങനെ ഈ ഒരു വിഷയം, സബ്ജക്റ്റ് എങ്ങനെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? അതോ നല്ല രസമുണ്ടായോ? കേട്ടിട്ട് നല്ല രസമുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി വയ്ക്കുക നിങ്ങളുടെ അഭിപ്രായം ഇതിൻ്റെ. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത സ്ക്രിപ്റ്റുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സി യു. അടുത്ത വീഡിയോ, അടുത്ത ദിവസം, അടുത്ത സ്ക്രിപ്റ്റുമായി വരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് പരമാവധി ഈ വീഡിയോ മോശ രീതിയിലല്ലാണ്ട് പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കുക, ബൂസ്റ്റ് ചെയ്യുക.